ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2026 ജൂലൈ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളാടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. 10 മില്യൺ ഇനിഷ്യേറ്റീവ് പരാജയപ്പെട്ടെങ്കിലും വലതുപക്ഷ പാർട്ടികൾ സ്വിറ്റ്സർലൻഡിലും യൂറോപ്പിലും ശക്തിപ്പെടുന്നു. അഭയാർത്ഥി നിയന്ത്രണത്തിനായി ബോർഡർ പ്രൊട്ടക്ഷൻ ഇനിഷ്യേറ്റീവുമായി SVP. AHFAV 30 പരിഷ്കരണ നിർദ്ദേശങ്ങളുമായി സർക്കാർ. 13ാം മാസ AHFAV പെൻഷൻ ഫണ്ട് കണ്ടെത്താൻ നികുതി വർധനയുമായി പാർലമെന്റ്. വാർത്തകൾ വിശദമായി. വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ച 10 മില്യൺ ഇനിഷ്യേറ്റീവ് 54.79% എന്ന ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. രാജ്യത്തെ വലതുപക്ഷ പാർട്ടിയായ SVP ആണ് ഇനിഷ്യേറ്റീവ് നേതൃത്വം നൽകിയത്. രാജ്യത്തെ ജനസംഖ്യ 2050 10 മില്യൺ ആയി വർദ്ധിക്കരുതെന്നായിരുന്നു ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെട്ടിരുന്നത്. 9.5 മില്യൺ ആകുമ്പോൾ ശക്തമായ നടപടികളുമായി സർക്കാർ പ്രവർത്തിക്കണം. അന്താരാഷ്ട്ര കരാറുകൾ, യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുകൾ എന്നിവ പുനഃപരിശോധിക്കുകയും ആവശ്യമെങ്കിൽ പിന്മാറുകയും ചെയ്യണം എന്നായിരുന്നു SVP ആവശ്യപ്പെട്ടിരുന്നത്. പ്രധാന പാർട്ടികൾ ഒരുമിച്ച് എതിർത്തിട്ടും 45.2% ആളുകൾ ഇനിഷ്യേറ്റീവിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങൾ കൂടുതലായി വലതുപക്ഷ രാഷ്ട്രീയത്തോട് താല്പര്യം കാണിക്കുന്നു എന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ പ്രകടമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദേശികളോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. സ്വന്തം പൗരന്മാരുടെ സുരക്ഷിത ജീവിതത്തിന് വന്നു കയറുന്നവർ തടസ്സമാകുന്നെന്ന തോന്നൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ശക്തമാവുകയാണ്. ബെൽഫാസ്റ്റിൽ സുഡാൻ അഭയാർത്ഥി മറ്റൊരാളെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം നോർത്ത് അയർലൻഡിലും ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലും വിദേശികൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾ ഒറ്റപ്പെട്ടതല്ല. ഭാവിയിൽ വംശീയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു രാജ്യത്തെത്തുന്ന വിദേശി ആ രാജ്യത്തെ വ്യവസ്ഥിതികളോടും സംസ്കാരങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ കൂട്ടമായി ഒരു രാജ്യത്തെത്തുന്നവർ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തദ്ദേശീയർ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തുന്നവർ തങ്ങളുടെ മതാചാരങ്ങൾ കൂടെ കൊണ്ടുവരികയും പൊതുസ്ഥലത്ത് ശല്യമാകുന്ന വിധം ആഘോഷിക്കുകയും ചെയ്യുന്നത് പതിവാകുന്നു. ഇപ്രകാരം പൊതുശല്യമാകുന്ന മതചടങ്ങുകൾ നടത്തുന്നവരെ തദ്ദേശീയർ ആക്രമിച്ചു എന്ന വാർത്ത ഒരുപക്ഷെ ആദ്യം കേൾക്കേണ്ടി വരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നായിരിക്കും. ഇന്ത്യയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ ടൂർ നടത്തിയ ഒരു വനിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഈ രാജ്യത്തെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ട്രെയിൻ യാത്രയിൽ യാത്രക്കാർ മറ്റുള്ളവർക്ക് ശല്യമാകാതെ ശാന്തമായി ഇരുന്നപ്പോൾ ഇന്ത്യക്കാരനായ മറ്റൊരു യാത്രികൻ വളരെ ഉച്ചത്തിൽ ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നാണ് ഇവർ വീഡിയോയിലൂടെ പങ്കുവച്ചത്. വിദേശികൾ മൂലം തദ്ദേശീയരുടെ സ്വൈരജീവിത തടസ്സമാകുന്നതിനെ വലതുപക്ഷ പാർട്ടികൾ ഗൗരവമായി കാണുന്നു, പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നത് മാറുന്ന യൂറോപ്പ് നൽകുന്ന സൂചനകളാണ്. മറ്റൊരു രാജ്യത്ത് താമസിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആ സംസ്കാരവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാനും തയ്യാറാകണം. എന്നാൽ ഇതിന് തടസ്സം നിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് മതവിശ്വാസങ്ങളും പിന്നാലെ എത്തുന്ന മത നേതാക്കളുമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ചിന്താഗതികളിൽ മാറ്റം വരുത്തിയാൽ പല പ്രശ്നങ്ങളും ഒഴിവാകും. 10 മില്യൺ ഇനിഷ്യേറ്റീവിൻ്റെ പരാജയം വലതുപക്ഷ പാർട്ടിയായ SVPക്ക് തിരിച്ചടിയായെങ്കിലും ശക്തമായി മുന്നോട്ട് പോകുവാനാണ് പാർട്ടി തീരുമാനം. ഗ്രൻഡ് റൂട്ട്സ് ഇനിഷ്യേറ്റീവ് അഥവാ ബോർഡർ പ്രൊട്ടക്ഷൻ ഇനിഷ്യേറ്റീവ് 2025 ഒപ്പുശേഖരം നടത്തി SVP സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അതിർത്തികളിൽ കർശനമായ പരിശോധനകൾ ആവശ്യമാണ്. അഭയാർത്ഥികളുടെ എണ്ണം ഒരു വർഷം 5000-ൽ കൂടരുത് എന്നീ സുപ്രധാന വിഷയങ്ങളാണ് ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത്. അഭയാർത്ഥി വിഷയത്തിന്മേലുള്ള ഡബ്ലിൻ കരാറിന് വിരുദ്ധമായതുകൊണ്ട് സർക്കാർ ഇനിഷ്യേറ്റീവിന് അനുകൂലമല്ല. 10 മില്യൺ ഇനിഷ്യേറ്റീവ് പാസ്സായില്ല എന്നതുകൊണ്ട് വകുപ്പ് മന്ത്രി ബെയാറ്റ് യാൻസിന് ശാന്തമായിരിക്കാൻ പറ്റില്ല എന്നാണ് FDP നൽകുന്ന സൂചന. കാലങ്ങളായി സ്വിസ് ജനതയുടെ വലിയൊരു വിഭാഗം അഭയാർത്ഥി വിഷയത്തിൽ അസംതൃപ്തരാണ്. ഈ വിഷയത്തിൽ രാജ്യത്തിന് സ്വീകാര്യമാകുന്ന പരിഹാരം കാണേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് FDP പാർലമെൻറ്റ് അംഗം ഡാമിയൻ മ്യുള്ളർ പറയുന്നു. അഭയാർത്ഥി വിഷയത്തിൽ ഡെൻമാർക്ക് സ്വീകരിക്കുന്ന മോഡൽ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. യൂറോപ്യൻ യൂണിയനുമായി ഒരു പ്രശ്നവുമില്ലാതെ അംഗരാജ്യമായ ഡെൻമാർക്ക്
കർശന നിലപാടുകളും മുന്നോട്ട് പോകുന്നു. അഭയാർത്ഥികളുടെ മാതൃരാജ്യത്തെ സ്ഥിതി മനസ്സിലാക്കുകയും അവരുമായി സഹകരിച്ച് അവരെ മടക്കി അയക്കുകയും ചെയ്യുന്നതിൽ ഡെൻമാർക്ക് വിജയിക്കുന്നു. ബോർഡർ പ്രൊട്ടക്ഷൻ ഇനിഷ്യേറ്റീവ് കൂടാതെ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ടിരിക്കുന്ന പാക്കേജ് ഓഫ് എഗ്രിമെൻറ്റ്സ് ജനങ്ങളുടെ അംഗീകാരത്തിനായി വൈകാതെ എത്തുന്നതാണ്. രാജ്യത്തിൻ്റെ പരമാധികാരം നഷ്ടപ്പെടുമെന്നത് ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ കൊണ്ട് എതിർപ്പുമായി SVP രംഗത്തുണ്ട്. ഇതിനെല്ലാം ഉപരി അടുത്ത വർഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SVP ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത്. സ്വിറ്റ്സർലൻഡിലെ പെൻഷൻ വ്യവസ്ഥയിലെ ഒന്നാം പില്ലറാണ് AHV എന്ന ഓൾഡ് ഏജ് ആൻഡ് സർവൈവേഴ്സ് ഇൻഷുറൻസ്. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഈ പെൻഷൻ ഫണ്ട് സുരക്ഷിതമായിരിക്കുവാൻ ആവശ്യമായ നിയമ ഭേദഗതികൾ പാർലമെൻറ്റ് കാലാകാലങ്ങളായി നടത്താറുണ്ട്. AHV 21 എന്ന പരിഷ്കരണം ജനം പാസ്സാക്കുകയും 2024 മുതൽ പ്രാബല്യത്തിലാവുകയും ചെയ്തു. 2030 വരെ ഫണ്ട് റിസർവ് സുരക്ഷിതമാക്കുന്നതിനായി 2 ഭേദഗതികളാണ് ജനം പാസ്സാക്കിയത്. ഒന്നാമത് സ്ത്രീകളുടെ പെൻഷൻ പ്രായം 65 ഉയർത്തി പുരുഷന് സമമാക്കി. രണ്ടാമത് വാല്യൂ ആഡഡ് ടാക്സ് 0.4% ഉയർത്തി ലഭ്യമാകുന്ന അധിക നികുതി AHV ഫണ്ടിലേക്ക് വകയിരുത്തുന്നു. 2030 മുതൽ 2040 വരെയുള്ള അടുത്ത 10 വർഷത്തേക്ക് ഫണ്ട് സുരക്ഷിതമാക്കുന്നതിനുള്ള AHV 30 എന്ന പരിഷ്കരണ തുടക്കം കുറിച്ചു. വകുപ്പ് മന്ത്രി എലിസബത്ത് ബൗം ഷ്നൈഡർ ഭേദഗതികൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ചർച്ചകൾക്കായി പാർലമെൻറ്റ് അംഗങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കന്റോണുകൾക്കും നൽകി. സെപ്റ്റംബർ 11 വരെ പഠിക്കുവാനുള്ള സമയം നൽകിയിട്ടുണ്ട്. ബേബി ബൂമർ ജനറേഷനിലെ അവസാനത്തെ ആളും 2030 പെൻഷനാകും. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം, അതായത് 1946 മുതൽ 64 വരെ ജനിച്ചവരാണ് ബേബി ബൂമർ ജനറേഷൻ എന്നറിയപ്പെടുന്നത്. യുദ്ധാനന്തരമുള്ള ഈ തലമുറ കഠിനാധ്വാനികളാണ്. കുടുംബജീവിതം, മക്കൾ, സാമ്പത്തിക സുരക്ഷിതത്വം, രാഷ്ട്രസേവനം എന്നീ കാര്യങ്ങളിൽ അതീവ താൽപ്പര്യരും ജോലി ചെയ്യാൻ മടിയില്ലാത്തവരുമാണിവർ. AHV 30 മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കാം. പെൻഷൻ പ്രായം 65 നിന്നും ഉയർത്തുവാൻ സർക്കാരിന് താല്പര്യമില്ല. എന്നാൽ 65 വയസ്സിന് ശേഷം ജോലി ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശമുണ്ട്. നിലവിലെ നിയമപ്രകാരം 65 വയസ്സിൽ പെൻഷനാകുന്ന വ്യക്തി തുടർന്ന് ജോലി ചെയ്യുകയും 16,800 ഫ്രാങ്ക് വരെ വാർഷിക വരുമാനം ലഭിക്കുകയും ചെയ്താൽ AHV വിഹിതം അടയ്ക്കേണ്ടതില്ല. ഈ പരിധി 22,680 ഉയർത്തുകയാണ്. അതായത് മാസവരുമാനം 1,890 വരെയാണ് എങ്കിൽ വിഹിതം അടയ്ക്കേണ്ടതില്ല. നിലവിൽ പെൻഷനായ ശേഷവും ജോലി ചെയ്യുന്നവർക്ക് AHV പെൻഷൻ വാങ്ങുന്നത് 70 വയസ്സ് വരെ നീട്ടിവെക്കാം. 70 വയസ്സിൽ നിർബന്ധമായും വാങ്ങിയിരിക്കണം. 5 വർഷം നീട്ടിവെച്ചതുകൊണ്ട് 31.5% അധിക പെൻഷന് അർഹതയുണ്ടാകുന്നു. എന്നാൽ പുതിയ നിർദ്ദേശത്തിൽ 70 വയസ്സിൽ പെൻഷൻ വാങ്ങണമെന്ന വ്യവസ്ഥ ഇല്ലാതാകും. നിലവിലെ നിയമപ്രകാരം താൽപ്പര്യമുള്ളവർക്ക് 58 വയസ്സ് മുതൽ പെൻഷനാകാം. ഇതിൽ ഭേദഗതി വരുത്തി 63 വയസ്സ് മുതൽ മാത്രമായിരിക്കും പെൻഷനാകാൻ അനുമതി ലഭിക്കുക. ഉയർന്ന വരുമാനമുള്ളവർ 60-ാം വയസ്സിൽ പെൻഷൻ പോകാൻ താൽപ്പര്യപ്പെടുന്നവരാണ്. ഈ നിർദ്ദേശം അവർക്ക് പ്രതികൂലമാകും. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശത്തോട് FDP പാർട്ടിക്ക് യോജിപ്പില്ല. ജനങ്ങളുടെ ആയുസ് കൂടുകയും പെൻഷനാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ പ്രായം 66 ഉയർത്തണമെന്ന അഭിപ്രായം FDPക്കുണ്ട്. 2035 പെൻഷൻകാരുടെ എണ്ണം 3 മില്യൺ ആകുമെന്നാണ് കണക്ക്. FDP യുവജന വിഭാഗം നേതൃത്വം നൽകി 2 വർഷം മുൻപ് നടത്തിയ ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെട്ടിരുന്നത് പെൻഷൻ പ്രായം 66 ഉയർത്തണമെന്നായിരുന്നു. ഈ ഇനിഷ്യേറ്റീവ് ജനം പരാജയപ്പെടുത്തിയതുകൊണ്ടാണ് മന്ത്രി ആ നിർദ്ദേശം ഉൾപ്പെടുത്താതിരിക്കുന്നത്. മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാർലമെൻറ്റ് ചർച്ച ചെയ്ത ശേഷം 2027 അവസാനമോ 28 ആദ്യമോ ജനങ്ങളുടെ അംഗീകാരത്തിനായി വരുന്നതാണ്. 2024 മാർച്ച് മാസത്തിൽ നടന്ന ജനഹിത പരിശോധനയിൽ 58% എന്ന ഭൂരിപക്ഷത്തിൽ 13-ാം മാസ AHV പെൻഷൻ പാസ്സായി. ഈ വർഷം ഡിസംബറിൽ 13-ാം മാസ പെൻഷൻ ലഭ്യമായി തുടങ്ങും. ഇതിനായി സർക്കാർ ഓരോ വർഷവും 4 മുതൽ 5 ബില്യൺ വരെ അധിക ചെലവ് പ്രതീക്ഷിക്കുന്നു. ഈ പണം കണ്ടെത്തുന്നതിന് വാല്യൂ ആഡഡ് ടാക്സ് എന്ന മേർവെഡ് സ്റ്റെയർ 0.4% വർദ്ധിപ്പിക്കുക എന്ന തീരുമാനമാണ് മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം പാർലമെൻറ്റ് പാസ്സാക്കിയത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നിർദ്ദേശിച്ചിരുന്നത് നികുതി വർധനയ്ക്കൊപ്പം ജോലി ചെയ്യുന്നവരുടെ AHV വിഹിതത്തിലും നേരിയ വർധന വരുത്തി പണം കണ്ടെത്തണമെന്നായിരുന്നു. എന്നാൽ നാഷണൽ കൗൺസിൽ ജോലിക്കാർ വിഹിതം എന്ന നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു. പെൻഷനായവർക്ക് ആനുകൂല്യം നൽകുന്നതിന് ജോലിക്കാർ വിഹിതം നൽകേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ നാഷണൽ കൗൺസിലെ ഭൂരിപക്ഷം അംഗങ്ങൾ ഉറച്ചു നിന്നു. 0.7% നികുതി വർധനയാണ് അവർ ആവശ്യപ്പെട്ടത്. ഇരു സഭകളും യോജിപ്പിലെത്താതെ ചർച്ചകൾ തുടരുകയും കഴിഞ്ഞ മാസം നടന്ന സമ്മർ സമ്മേളനത്തിൽ
0.4% എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. നിലവിലെ വാല്യൂ ആഡഡ് ടാക്സ് 8.1% എന്നത് 8.5% ഉയരുന്നതാണ്. എന്നാൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് 2.6% എന്ന താഴ്ന്ന നിരക്കിൽ വർധന ഉണ്ടാകില്ല എന്നത് ആശ്വാസകരമാണ്. ഹോട്ടൽ താമസക്കാർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന താഴ്ന്ന നിരക്കായ 3.8%-ൽ 0.2% വർദ്ധിപ്പിച്ച് 4% ആകും. നികുതി വർധന പാർലമെൻറ്റ് പാസ്സാക്കിയെങ്കിലും നിയമമാകണമെങ്കിൽ റഫറണ്ടം വഴി ജനങ്ങളുടെ അംഗീകാരം ലഭിക്കണം. 13ാം മാസ പെൻഷൻ നൽകുന്ന ഡിസംബറിന് മുൻപ് നവംബറിൽ തന്നെ റഫറണ്ടം ജനങ്ങളുടെ തീരുമാനത്തിനായി വരുമെന്നാണ് അറിയുന്നത്. Hello everybody, my name is Girish Aryan Gatal. Our homes are going to be powered by solar in the near future. There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palathanam. Buying a solar system is a long-term investment. We have launched SolarTech solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. Mijn naam is Antonio Colucci and I arbeid voor de White Line SolarTech Solution. Hello, I'm Pedro. I'm working for White Line SolarTech Solution. We are committed to provide you best quality, Best service, best price. സൂറിച്ച് എയർപോർട്ടിൽ നിന്നുള്ള യാത്രക്കാർക്ക് ക്യാബിൻ ബാഗിൽ കൊണ്ടുപോകാവുന്ന ലിക്വിഡ്സ് നിയമത്തിൽ മാറ്റം വരുത്തി. ജൂൺ 26 പ്രാബല്യത്തിലായ നിയമപ്രകാരം 2 ലിറ്റർ വരെ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാം. നാളിതുവരെ 100 മില്ലി വീതമുള്ള ചെറുകുപ്പികളിൽ 1 ലിറ്റർ വരെ ആണ് അനുവദിച്ചിരുന്നത്. സെക്യൂരിറ്റി പരിശോധനയ്ക്കായി 3 ഡയമെൻഷൻ ചിത്രം കിട്ടുന്ന CT സ്കാൻ സജ്ജമാക്കിയതുകൊണ്ടാണ് നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവയും പുറത്തെടുക്കാതെ ബാഗിനുള്ളിൽ വയ്ക്കാവുന്നതാണ്. 2006 ലണ്ടനിൽ നിന്നും അമേരിക്കയ്ക്കുള്ള വിമാനത്തിൽ ഭീകരാക്രമണ ലക്ഷ്യത്തോടെ 3 യുവാക്കൾ ദ്രാവക രൂപത്തിൽ സ്ഫോടക മിശ്രിതം കൊണ്ടുപോകാൻ ശ്രമിച്ചത് പിടിക്കപ്പെട്ടതിന് ശേഷമാണ് 100 ml ലിക്വിഡ് നിയമം നടപ്പിലായത്. തെർമോ ഫ്ലാസ്കുകളിൽ ലിക്വിഡ്സ് കൊണ്ടുപോകാൻ അനുവാദമില്ല. കേരളത്തിലേക്കുള്ള യാത്രയിൽ ട്രാൻസിറ്റ് എയർപോർട്ട് ഉള്ളതുകൊണ്ട് നിലവിലെ 100 ml നിയമം തുടരേണ്ടി വരുമെന്നതും ഓർമ്മിക്കുമല്ലോ. സ്വിറ്റ്സർലൻഡിൽ നിന്നും ലണ്ടനിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ സർവീസ് 2030 ആരംഭിക്കാനാകുമെന്ന് വകുപ്പ് മന്ത്രി ആൽബർട്ട് റോസ്റ്റി അറിയിച്ചു. ദിവസേന 50 യാത്രാ വിമാനങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പറക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ ലാഭകരവും ജനങ്ങൾക്ക് സൗകര്യപ്രദവുമായിരിക്കും. ഫ്രാൻസിലൂടെ യൂറോ ടണൽ വഴി ലണ്ടനിലേക്ക് ട്രെയിൻ സർവീസ് എന്ന പ്രോജക്റ്റാണ് തയ്യാറാകുന്നത്. ഇംഗ്ലണ്ടിലെ ഗതാഗത ചുമതല വഹിക്കുന്ന മന്ത്രിയുമായും ഫ്രഞ്ച് റെയിൽവേയുമായും കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. ജനീവയിൽ നിന്ന് 5.5 മണിക്കൂർ, സൂറിച്ചിൽ നിന്ന് 6 മണിക്കൂർ, ബാസിൽ നിന്ന് 5 മണിക്കൂർ യാത്രാസമയമാണ് ലണ്ടനിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്തതുകൊണ്ട് എമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിനായി പ്രത്യേക സംവിധാനം റെയിൽവേ സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിൽ നിന്നും ലണ്ടനിലേക്ക് ഇംഗ്ലീഷ് ചാനൽ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന യൂറോ ടണലിലൂടെ യൂറോസ്റ്റാർ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. 50.45 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലിലൂടെ ട്രെയിൻ ഓടിയെത്താൻ 35 മിനിറ്റ് ആവശ്യമാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ശരാശരി 40 മീറ്റർ താഴെയാണ് യൂറോ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ അടുത്ത വർഷം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ആൽബർട്ട് റോസ്റ്റി അറിയിച്ചു. ഇനി 2025 ചില സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. കഴിഞ്ഞ വർഷം രാജ്യത്ത് 78,200 കുട്ടികൾ ജനിച്ചു. കഴിഞ്ഞ 4 വർഷങ്ങൾ കണക്കുകൾ പ്രകാരം ജനനനിരക്ക് കുറഞ്ഞു വരികയാണ്. 2025 71,900 പേർ മരണമടഞ്ഞു. മരിച്ചവരുടെ എണ്ണത്തേക്കാൾ 6,300 ജനനം കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 35,900 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 800 എണ്ണം സ്വവർഗ വിവാഹങ്ങളാണ്. വിവാഹമോചനങ്ങളുടെ എണ്ണം 15,800 ആണ്. കൂടുതൽ വിവാഹമോചനങ്ങൾ നടന്നത് വിവാഹ ജീവിതത്തിൻ്റെ 10 മുതൽ 15 വർഷം വരെയുള്ള കാലഘട്ടത്തിലാണ്. ഗാർഹിക കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും ഓരോ വർഷവും വർധനവുണ്ടാകുന്നു. 22,000-ലധികം കേസുകൾ ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന 55 കൊലപാതകങ്ങളിൽ 34 എണ്ണം വീടുകളിൽ നടന്നതാണ്. കൊല്ലപ്പെട്ടവരിൽ 23 സ്ത്രീകളും 5 പുരുഷന്മാരും 6 കുട്ടികളും ഉൾപ്പെടുന്നു. ഗാർഹിക കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ മൈഗ്രേഷൻ പ്രധാന കാരണമാണെന്ന് SVP പാർലമെൻ്റ് അംഗം പാസ്കൽ ഷ്മിഡ് കുറ്റപ്പെടുത്തുന്നു. ധനകാര്യ ഇൻഷുറൻസ് സ്ഥാപനമായ സ്വിസ് ലൈഫ് നടത്തിയ സർവേയിൽ
രാജ്യത്തെ ജനനനിരക്ക് കുറയുന്നതിന് പല കാരണങ്ങളും കണ്ടെത്തി. സർവേയിൽ പങ്കെടുത്ത 41% ആളുകളും മക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നാൽ യോജിച്ച ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. കുട്ടികൾ വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടവർ പറയുന്ന കാരണങ്ങൾ കരിയർ മേഖലയിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, കലുഷിതമായ ലോകം എന്നിവയാണ്. കഴിഞ്ഞ വർഷത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.5% കുറവുണ്ടായിട്ടുണ്ട്. 128 മോഷണങ്ങളോ പിടിച്ചുപറികളോ ഒരു ദിവസം നടക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെട്ട ആകെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം 5,54,963 ഓരോ 1000 പേർക്കും 61 കുറ്റകൃത്യങ്ങൾ. 57,000 മേൽ സൈബർ കുറ്റങ്ങളും കഴിഞ്ഞ വർഷം ഉണ്ടായി. ഇതിൽ കൂടുതലും ഓൺലൈൻ തട്ടിപ്പ് കേസുകളും അതിൽ തന്നെ ഭൂരിപക്ഷം ഇരകളായവരും 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുമാണ്. സ്വിറ്റ്സർലൻഡിലെ റോഡുകളിൽ കഴിഞ്ഞ വർഷം 68,040 മണിക്കൂറുകളാണ് ട്രാഫിക് ജാം ഉണ്ടായത്. ഓരോ ദിവസവും ശരാശരി 186 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് രാജ്യത്ത് സംഭവിക്കുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 22% അധികമാണിത്. 1990 ശേഷം ജനസംഖ്യ 30% വർദ്ധിക്കുകയും റോഡുകളിലെ ട്രാഫിക് 140% കൂടുകയും ചെയ്തു. ദേശീയ പാതകളുടെ വികസനത്തിന് 2045 വരെ 9 ബില്യൺ ഫ്രാങ്ക് ചെലവഴിക്കുവാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുകയാണ്. ദേശീയ പാതകളിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വികസനം നടത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതികൾക്കെതിരെ 2024 ഗ്രീൻ പാർട്ടി റഫറണ്ടം നടത്തി പരാജയപ്പെടുത്തിയിരുന്നു. വീണ്ടും എതിർപ്പുമായി ഗ്രീൻ പാർട്ടി വന്നിട്ടുണ്ട്. റോഡുകളിൽ സൗകര്യം കൂടിയാൽ വാഹനങ്ങളുടെ എണ്ണം കൂടുമെന്നും അന്തരീക്ഷ മലിനീകരണവും പരിസ്ഥിതി പ്രശ്നങ്ങളും വർദ്ധിക്കുമെന്നും ഗ്രീൻ പാർട്ടി വിമർശിക്കുന്നു. ട്രാഫിക് പ്രശ്ന പരിഹാരം സാധ്യമാകുന്ന പദ്ധതികൾ വകുപ്പ് മന്ത്രി ആൽബർട്ട് റോസ്റ്റ് വൈകാതെ പ്രഖ്യാപിക്കുന്നതാണ്. സ്വിറ്റ്സർലൻഡിലെ സംഘടനകൾ ഓണാഘോഷത്തിൻ്റെ ഒരുക്കത്തിലും തിരക്കിലുമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിവിധ സംഘടനകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഓണം ആഘോഷിക്കും. ആദ്യ ഓണാഘോഷം ഓഗസ്റ്റ് 15 സ്വിസ് മെല്ലെ അസോസിയേഷൻ നടത്തുന്നു. പ്രാത്തലൻ കുസ്പ ഹാളിൽ വെച്ചാണ് SMA ഓണാഘോഷം നടത്തുന്നത്. ബി ഫ്രണ്ട്സ് ഓണ മഹോത്സവം സെപ്റ്റംബർ 12 സൂറിച്ചിൽ നടത്തും. പുതുമകൾ നിറഞ്ഞ കലാവിരുന്നുകൾ ഈ വർഷത്തെ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുമെന്ന് പ്രസിഡന്റ് ടോമി തൊണ്ടാങ്കുഴി അറിയിച്ചു. പരിശീലനം അവസാന ഘട്ടത്തിലെത്തിയ ഓപ്പണിംഗ് ഡാൻസ് പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്യുന്നത് സഹോദരിമാരായ പുതുമന മേരിയും അന്നയുമാണ്. ആഘോഷ പരിപാടികളുടെ മുഖ്യ ആകർഷണം പ്രശസ്ത ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും നയിക്കുന്ന അമൃതം ഗമയ മ്യൂസിക് ബാൻഡാണ്. പ്രോഗ്രാം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി ബി ഫ്രണ്ട്സ് സെക്രട്ടറി രതീഷ് രാമനാഥൻ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.